welcome to one's classes. So ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പവർ സിസ്റ്റം സബ്ജക്റ്റിലെ കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽ സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പവർ സ്റ്റേഷൻ ഹാസ് 4 consumers with their maximum demand as 40 megawatt, 20 megawatt, 30 megawatt and 50 megawatt. The maximum demand of the station is 100 megawatt. The diversity factor of the station is. അതായത് എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡൈവേഴ്സിറ്റി ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ അറിയണം. Diversity factor is equal to sum of individual maximum demand, sum of individual maximum demand divided by maximum demand. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈക്വൽ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇവിടെ എന്താണ്? 4 കൺസ്യൂമേഴ്സ് തന്നിട്ടുണ്ട്, 4 കൺസ്യൂമറിൻ്റെയും മാക്സിമം ഡിമാൻഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂമറേറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിംപ്ലി മാക്സിമം ഡിമാൻഡ്സ് ആഡ് ചെയ്യുക. ഫസ്റ്റ് എന്താണ്? 40, സെക്കൻഡ് മാക്സിമം ഡിമാൻഡ് 20, തേർഡ് മാക്സിമം ഡിമാൻഡ് 30, ഫോർത്ത് മാക്സിമം ഡിമാൻഡ് 50, ഹോൾ ഡിവൈഡഡ് ബൈ എന്താ പറഞ്ഞിരിക്കുന്നത്? മാക്സിമം ഡിമാൻഡ് ഓഫ് ദി സ്റ്റേഷൻ. ആ സ്റ്റേഷൻ്റെ മൊത്തത്തിലുള്ള മാക്സിമം ഡിമാൻഡാണ് 100. സോ ഡിവൈഡഡ് ബൈ 100. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 40 + 20 60, 60 + 30 90, 90 + 50 140, 140 ഡിവൈഡഡ് ബൈ 100, 140 ഡിവൈഡ് ബൈ 100 എന്ത് വന്നു? 1.4 ആണ് എന്ത് വന്നിരിക്കുന്നത്? ഡൈവേഴ്സിറ്റി ഫാക്ടർ. അപ്പോൾ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് കൂടി. ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഓപ്ഷൻസ് നോക്കിയിട്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. സോ ഓൾവേസ് ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 വരികയാണെങ്കിൽ ഇവിടെ 0.5 0.5 ലെസ് ദാൻ 1 ആണ്, തെറ്റാണ്. 0.2 എഗെയിൻ ലെസ് ദാൻ 1 ആണ്, തെറ്റാണ്. 0.35 എഗെയിൻ തെറ്റാണ്. സോ 1നേക്കാൾ ഗ്രേറ്റർ ആയിട്ട് ഒരൊറ്റ വാല്യൂ വന്നുള്ളൂ, ദാറ്റ് ഈസ് 1.4. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ കൺസ്യൂമർ കൺസ്യൂംസ് 400 kWh പെർ ഡേ. അതായത് ഒരു കൺസ്യൂമർ 400 kWh പെർ ഡേ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് 0.3 ആണ്. ഇഫ് ഹി ഇൻക്രീസ് ദ ലോഡ് ഫാക്ടർ ടു 0.6 വിത്തൗട്ട് ഇൻക്രീസ് ഇൻ മാക്സിമം ഡിമാൻഡ്, വാട്ട് ഇസ് ദ കൺസംഷൻ ഓഫ് എനർജി ഇൻ kWh? അതായത് ഒരു കൺസ്യൂമറിൻ്റെ എനർജി ജനറേറ്റഡ് ആണ്, എനർജി ജനറേറ്റഡ് അല്ല, എനർജി കൺസ്യൂംഡ്, എനർജി കൺസ്യൂംഡ് ഇൻ എ ഡേ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 0.3 എന്ന് തന്നിരിക്കുന്നത്. ദറ്റ് ഈസ് പ്ലസ് 400 kWh. 400 kWh ആണ് കറസ്പോണ്ടിങ് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ്? 0.3 ആണ്. ഇഫ് യു ഇൻക്രീസ് ദ ലോഡ് ഫാക്ടർ ടു 0.6, 0.3 നിന്നും 0.6 ഇൻക്രീസ് ചെയ്യുമ്പോൾ വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ മാക്സിമം ഡിമാൻഡ്, മാക്സിമം ഡിമാൻഡിൽ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൺസംഷനിൽ എത്ര മാറ്റം വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു ഡാറ്റ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് മാക്സിമം ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് അറിയേണ്ടത്. ലോഡ് ഫാക്ടർ LF is equal to average demand or average load divided by maximum demand. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആവറേജ് ലോഡ് അറിയണം. ആവറേജ് ലോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആവറേജ് ലോഡ് is equal to എനർജി ജനറേറ്റഡ് or എനർജി കൺസ്യൂംഡ്, ജനറേറ്റഡും ആവാം കൺസ്യൂംഡും ആവാം, ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇവിടെ ഒരു ഡേ ആണ്. സോ ഡിവൈഡഡ് ബൈ 24. അപ്പോൾ ഈ ഇക്വേഷനെ ഞാൻ മാറ്റുമ്പോൾ എനർജി കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു മാക്സിമം ഡിമാൻഡ്. ഇതാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ലോഡ് ഫാക്ടർ 0.3 തന്നിട്ടുണ്ട്. അപ്പോൾ 0.3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
0.3 ഈക്വൽ എനർജി കൺസ്യൂംഡ് എത്രയാണ് 400 കിലോ വാട്ട് അവർ ആണ് ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു മാക്സിമം ഡിമാൻഡ് അറിയില്ല MD. സോ ഇതിനകത്ത് നിന്ന് മാക്സിമം ഡിമാൻഡ് കമ്പ്യൂട്ട് ചെയ്യുക. മാക്സിമം ഡിമാൻഡ് ഈക്വൽ 0.3 ഇൻറ്റു 24. മാക്സിമം ഡിമാൻഡ് ഈക്വൽ ന്യൂമറേറ്ററിൽ 400 വന്നു ഡിവൈഡഡ് ബൈ 0.3 ഇൻറ്റു 24. എത്ര വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. 400 ഡിവൈഡഡ് ബൈ 0.3 ഇൻറ്റു 24. 400 ഡിവൈഡഡ് ബൈ 0.3 which divided by 24. അപ്പോൾ വന്നിരിക്കുന്നത് 55.55 ആണ് വന്നിരിക്കുന്നത്. ഇതാണ് എന്ത് വന്നിരിക്കുന്നത് മാക്സിമം ഡിമാൻഡ്. സോ ഈ മാക്സിമം ഡിമാൻഡ് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഇൻക്രീസ് ഇൻ ലോഡ് ഫാക്ടറിൻ്റെ കറസ്പോണ്ടിങ് എനർജി കൺസ്യൂംഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. സോ അഗെയിൻ ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷനകത്ത് എന്ത് വന്നു? 0.6 ആണ് പുതിയ ലോഡ് ഫാക്ടർ. എനർജി കൺസ്യൂംഡ് അറിയത്തില്ല. എനർജി കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു മാക്സിമം ഡിമാൻഡ് ഇപ്പോൾ ഇവിടെ കിട്ടി എത്രയാണ്? 55.55. നൗ എനർജി കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എനർജി കൺസ്യൂംഡ് ഈക്വൽ എന്താണ്? 0.6 ഇൻറ്റു 24 ഇൻറ്റു 55.55. (0.6 into 24 into 55.55). സോ ആൻസർ ഇതിനകത്ത് വന്നിരിക്കുന്നത് 799.92 കിലോ വാട്ട് അവർ ആണ് വന്നിരിക്കുന്നത്. ഇത് അപ്രോക്സിമേറ്റ് ടു 800 കിലോ വാട്ട് അവർ. അപ്പോൾ എന്താ ആൻസർ? 800 കിലോ വാട്ട് അവർ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. സോ ഇതാണ് എന്ത് വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഫസ്റ്റ് തന്നിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്ത് മാക്സിമം ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്തു. ആ മാക്സിമം ഡിമാൻഡ് യൂസ് ചെയ്തിട്ട് എനർജി കൺസ്യൂം ഫോർ ദ ന്യൂ ലോഡ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇൻ ദ കേസ് ഓഫ് ആൻ ഇന്റർകണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം? ഒരു ഇന്റർകണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ ഇന്റർകണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ത് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്റർകണക്റ്റഡ് ഗ്രിഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് വിൽ ബി ഹാവിംഗ് ഡിഫറെൻറ്റ് ഗ്രിഡ്സ്. ദാറ്റ് ഈസ് റീജിയൻസ് 5 റീജിയൻസ് വരും. നോർത്തേൺ റീജിയൻ, സദേൺ റീജിയൻ, ഈസ്റ്റേൺ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. ഈ റീജിയൻസ് ഒക്കെ എന്താണ്? ദേ ആർ ഇന്റർകണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ഇന്റർകണക്ട് ചെയ്യുമ്പോഴുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? that is maximum demand can be shared between the generating sources. അതായത് മാക്സിമം ഡിമാൻഡ് വരികയാണെങ്കിൽ ആ മാക്സിമം ഡിമാൻഡ് അവൈലബിൾ ആവുന്ന ജനറേറ്റിംഗ് റിസോഴ്സസ് തമ്മിൽ ഷെയർ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ദാറ്റ് ഈസ് in case of interconnected system diversity factor increases. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് മാക്സിമം ഡിമാൻഡ് കൂടുതൽ വന്നാൽ തന്നെ എന്താണ്? ഷെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The maximum demand on the power system is 100 megawatt. If the annual load factor is 40%, calculate the energy generated in an year. ഒരു ഇയറിൽ എത്രയാണ് എനർജി ജനറേറ്റഡ്? തന്നിരിക്കുന്ന ലോഡ് ഫാക്ടറും ഉണ്ട്, മാക്സിമം ഡിമാൻഡും ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ലോഡ് ഫാക്ടർ is equal to energy generated in a year. Energy generated in a year divided by, normally load factor equation average energy or average load divided by maximum demand ആണ്. Average എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ എനർജി ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ എൻ ഇയർ. ഇയറിൽ എത്ര ടോട്ടൽ ടൈം? ദാറ്റ് ഈസ് 365 days 24 hours മൾട്ടിപ്ലൈഡ് ബൈ ഡിനോമിനേറ്ററിൽ വരുന്നത് മാക്സിമം ഡിമാൻഡ്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോഡ് ഫാക്ടറിൻ്റെ വാല്യൂ എത്രയാണ്? 40%. ദാറ്റ് മീൻസ് 0.4 ആണ് ലോഡ് ഫാക്ടർ. എനർജി ജനറേറ്റഡ് ഇൻ ആൻ ഇയർ എത്ര വന്നു? എനർജി ജനറേറ്റഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ്. ഡിവൈഡഡ് ബൈ
365 into 24ൻ്റെ വാല്യൂ ഓർത്ത് വയ്ക്കുക 8760 ആണ് വാല്യൂ വരുന്നത്. മൾട്ടിപ്ലൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് 100 മെഗാവാട്ട്. ഇനി എന്താ എനർജി ജനറേറ്റഡ് കാൽക്കുലേറ്റ് ചെയ്യുക. എനർജി ജനറേറ്റഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ 0.4 into this term, denominator term 8760 into 100 into 10 raised to 6. 0.4 into 8760 into 100. So value വരുന്നത് ഇതിനകത്ത് 3504 into 10 raised to 5 kilowatt hour ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എനർജി ജനറേറ്റഡ് ഇൻ എൻ ഇയർ 3504 into 10 raised to 5 kilowatt hour. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. എ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഹാസ് എ കണക്റ്റഡ് ലോഡ് ഓഫ് 55 മെഗാവാട്ട് ആൻഡ് എ മാക്സിമം ഡിമാൻഡ് ഓഫ് 20 മെഗാവാട്ട്. വാട്ട് ഈസ് ദ ഡിമാൻഡ് ഫാക്ടർ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഡിമാൻഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ demand factor is equal to maximum demand divided by connected load ആണ് ഡിമാൻഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ. സോ നമ്മളുടെ ഡിമാൻഡ് ഫാക്ടറിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും വരിക. ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാക്സിമം ഡിമാൻഡ് ഇവിടെ എന്താ? 20 മെഗാവാട്ട്. കണക്റ്റഡ് ലോഡ് 55 മെഗാവാട്ട്. മെഗാവാട്ട് ക്യാൻസൽ ആയി. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 55 വാല്യൂ വരുന്നത് 0.3636 ആണ് വാല്യൂ വരുന്നത്. സോ ആൻസർ ബി ആണ്. 0.3636 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A power station has a maximum demand of 15,000 kilowatt. The annual load factor is 50% and the plant capacity factor is 40%. What is the reserve capacity? അപ്പോൾ എന്താണ് റിസർവ് കപ്പാസിറ്റി? മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഉണ്ട്. റിസർവ് കപ്പാസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിസർവ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് reserve capacity is equal to maximum demand into അതിനകത്ത് plant annual load factor divided by plant capacity factor minus 1. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാക്സിമം ഡിമാൻഡ് എന്താ? മാക്സിമം ഡിമാൻഡ് ഇവിടെ 15,000 ആണ്. So 15,000 into 10 raised to 3 kilowatt ആയതുകൊണ്ട് 10 raised to 3 into load factorൻ്റെ വാല്യൂ 50%, 0.5. Plant capacity factor എത്രയാ? 40%, 0.4 minus 1. ഇതാണ് വന്നിരിക്കുന്നത്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 3750 കിലോവാട്ട് ആണ്. 3750 കിലോ വാട്ടാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഫറെൻറ്റ് ടേംസ്, എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷനിൽ വരുന്ന ഡിഫറെൻറ്റ് ടേംസിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ പവറിനെ ബേസ് ചെയ്തിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് റിയൽ പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരൻറ്റ് പവർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സോഴ്സ് സപ്ലൈസ് പവർ ടു ദ ഫോളോയിങ് ലോഡ് കണക്റ്റഡ് ഇൻ പാരലൽ. ഒരു സോഴ്സ് ഉണ്ട്, കണക്റ്റഡ് ലോഡിനകത്ത് എന്താണ് പാരലലിലാണ് കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ലോഡ് നോക്കാം. എ ലൈറ്റനിങ് ലോഡ് ഡ്രോ 10 kilowatt at unity power factor. Second, induction motor draws 20 kVA at 0.8 power factor lagging. Third, synchronous motor operating at 30 kVA unity power factor. If P is the real power, Q is the reactive power delivered by the source. Then എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? പിയുടെ വാല്യൂ അതുപോലെ തന്നെ ക്യൂയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പി എന്ന് പറയുന്നത് റിയൽ പവർ, ക്യൂ എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവർ. അപ്പോൾ റിയൽ പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും?
സം ഓഫ് ഇൻഡിവിജ്വൽ ലോഡ്, ഓരോ ലോഡിൻ്റെയും റിയൽ പവർ ആഡ് ചെയ്ത് പോവുക. ഫസ്റ്റ് എന്താണ് റിയൽ പവർ? ഫസ്റ്റത്തെ ലോഡിൻ്റെ നോക്കാം. എ ലൈറ്റ്നിങ് ലോഡ് ഡ്രോയിങ് 10 kW, 10 kW ആണ് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. അപ്പോൾ കിലോ വാട്ട് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ആക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് ആണ് കിലോ വാട്ട്. അപ്പോൾ P1 ഫസ്റ്റത്തെ ലോഡിൻ്റെ ആണ് 10 kW. യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? V × I × cos phi ആണ് വാല്യൂ എന്ത് വന്നിരിക്കുന്നത്? 10. പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ cos phi 1 ആണ്. ദാറ്റ് ഈസ് VI = 10 kW. നെക്സ്റ്റ് Q1 കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ലോഡിൻ്റെ റിയാക്റ്റീവ് പവർ. അതിൻ്റെ ഇക്വേഷൻ VI sin phi ആണ് ഇക്വേഷൻ വരുന്നത്. cos phi 1 ആണെങ്കിൽ ഫൈയുടെ വാല്യൂ എന്താണ്? 0. sin 0 എന്താ വരും? 0 വരും. അപ്പോൾ റിയാക്റ്റീവ് പവർ ഫസ്റ്റ് ലോഡിൻ്റെ 0. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? ലോഡ് 1ൻ്റെ കാൽക്കുലേഷൻ. നെക്സ്റ്റ് ലോഡ് 2 നോക്കാം. ഇൻഡക്ഷൻ മോട്ടറാണ്, 20 kV ആണ് വരുന്നത്, 0.8 പവർ ഫാക്ടർ ആണ് ലാഗിങ്. അപ്പോൾ 20 kV എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? KV എപ്പോഴും വരുന്നത് അപ്പാരൻ്റ് പവർ ആണ് വരുന്നത്. സോ ലോഡ് 2യുടെ കേസിൽ ഫസ്റ്റ് എന്ത് വേണം? P2 = VI cos phi വേണം. ഇവിടെ അപ്പാരൻ്റ് പവർ തന്നിട്ടുണ്ട് 20 kV ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ഇവിടെ 0.8 പവർ ഫാക്ടർ ലാഗിങ്, 0.8 പവർ ഫാക്ടർ ലാഗിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് cos phi, ദാറ്റ് ഈസ് 0.8, 20 × 0.8. അപ്പോൾ എന്ത് വന്നു? 16 kW ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് Q കാൽക്കുലേറ്റ് ചെയ്യണം. Q2 = VI sin phi ആണ് ഇക്വേഷൻ. VI എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പാരൻ്റ് പവർ ആണ്, അപ്പാരൻ്റ് 20 ആണ്. sin phi എന്താ വരിക? cos phi 0.8 ആണെങ്കിൽ sin phi 0.6 ആണ് വരിക, 0.6. അപ്പോൾ എന്ത് വന്നു? 12 kVAR. റിയാക്റ്റീവ് പവർ kVAR ആണ്. അങ്ങനെയാണ് എന്ത് വന്നത്? 12 എന്ന് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ലോഡ് 3 ഉണ്ട്, തേർഡ് ലോഡ് ഉണ്ട്, ലോഡ് 3. അഗൈൻ ലോഡ് 3ലും P3 കാൽക്കുലേറ്റ് ചെയ്യണം. റിയൽ പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ലോഡ് 3 നോക്കുക. സിങ്ക്രണസ് മോട്ടർ ആണ്, 30 kV ആണ് യൂണിറ്റി പവർ ഫാക്ടർ. അപ്പോൾ VI cos phi. അപ്പോൾ ഇവിടെ എന്താണ്? 30 kV ആണ്. KV എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പാരൻ്റ് ആണ്. അപ്പോൾ VI എന്ന് പറയുമ്പോൾ 30, യൂണിറ്റി പവർ ഫാക്ടർ ആയതുകൊണ്ട് 1. അപ്പോൾ 30 × 1 30 kW ആണ് P3. ഇനി എന്താ? Q3 വേണം. റിയാക്റ്റീവ് പവർ VI sin phi ആണ്. അപ്പോൾ VI sin phi എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് VI വേണം, sin phi വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. VI എന്ന് പറയുന്നത് അപ്പാരൻ്റ് പവർ ആണ്. അപ്പാരൻ്റ് പവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ആണ്. sin phi എന്താണ് വരിക? cos phi യൂണിറ്റി ആണെങ്കിൽ sin phi 0 വരും. അപ്പോൾ 0 kVAR. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ P കാൽക്കുലേറ്റ് ചെയ്യാൻ P1 + P2 + P3. P1 10 ആണ്, P2 16 ആണ്, P3 30 ആണ്. അപ്പോൾ 30, 40, 50, 56 kW ആണ് P3 വന്നിരിക്കുന്നത്. അപ്പോൾ 12 ഇത് തന്നെ തെറ്റി, ഈ ഓപ്ഷനും തെറ്റി, ഇവിടെയും തെറ്റി, ഇവിടെയും തെറ്റി. അപ്പോൾ എന്താണ്? 36 ആണ് P. Q ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റത്തേതിൻ്റെ Q1 0, സെക്കൻഡത്തേതിൻ്റെ Q2 12, തേർഡിൻ്റെ 0. അപ്പോൾ 0 + 12 + 0. അപ്പോൾ എന്ത് വന്നു? 12 ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ 2 is the correct answer. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പവർ ഫാക്ടർ കറക്ഷനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പവർ ഫാക്ടർ കറക്ഷൻ. സോ പവർ ഫാക്ടർ കറക്ഷൻ, പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഷണ്ട് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാം, സിങ്ക്രണസ് കണ്ടൻസേഴ്സ് യൂസ് ചെയ്യാം, ഫേസ് അഡ്വാൻസേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. എ 3-phase 400 volt 50 Hz star connected load take 50 ampere at a power factor of 0.8 lagging. Calculate the value of capacitance required in parallel with the load to raise the power factor to 0.9 lagging. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, ഒരു 3-phase സിസ്റ്റം ഉണ്ട്, അതിൻ്റെ വോൾട്ടേജ് 400 ആണ്, ഫ്രീക്വൻസി 50 Hz ആണ്, 50 ആംപിയർ ഓഫ് കറണ്ട് ആണ് ലോഡ് എടുക്കുന്നത്, പവർ ഫാക്ടർ 0.8 ലാഗിങ് ആണ്, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്, റിക്വയർഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ് ടു റേസ് 0.9 ലാഗിങ് ആക്കാനായിട്ട്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് Q, റിയാക്റ്റീവ് പവർ QC = P × tan phi1 - tan phi2 ആണ് ഇക്വേഷൻ. അതിനകത്ത് P എന്ന് പറയുമ്പോൾ എന്താണ്? ആക്റ്റീവ് പവർ ആണ്, phi1 എന്ന് പറയുന്നത് ഇനീഷ്യൽ പവർ ഫാക്ടർ ആംഗിൾ ആണ്, phi2 എന്ന് പറയുന്നത് ഫൈനൽ പവർ ഫാക്ടർ ആംഗിൾ ആണ്.
ഇപ്പോൾ ക്വസ്റ്റനിൽ നോക്കാം പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. പി എന്ന് പറയുന്നത് √3 VL IL cos 5. സോ ഈ പി എന്ന് പറയുമ്പോൾ എന്താണ്, ഇനീഷ്യൽ പവറാണ്. സോ √3 VL ലൈൻ കറണ്ട് എന്താ 400, ലൈൻ വോൾട്ടേജ് 400, ലൈൻ കറണ്ട് 50 ആംപിയർ. പവർ ഫാക്ടർ ഇനീഷ്യൽ പവർ ഫാക്ടർ 0.8. അതാണ് √3 × 400 × 50 × 0.8. അപ്പോൾ എന്ത് കിട്ടി, പവർ കിട്ടി 27.71 kW. ഇനീഷ്യൽ വരുന്ന പവർ ഫാക്ടർ 0.8 ആണ്. 5 അപ്പോൾ എന്ത് കിട്ടും, കോസ് ഇൻവേഴ്സ് ഓഫ് 0.8 36.86. അപ്പോൾ cos 5 തന്നിട്ടുണ്ട്, ന്യൂ പവർ ഫാക്ടർ 0.9 ആണ്. അതിൽ നിന്ന് എന്ത് കിട്ടും, 5 കിട്ടും, കോസ് ഇൻവേഴ്സ് ഓഫ് 0.9 25.84. ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഇവിടുന്ന് കിട്ടി 27.71, ടാൻ 5 ഇവിടുന്ന് കിട്ടി 36.86, ടാൻ 5 ഇവിടുന്ന് കിട്ടി 25.84. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂയുടെ വാല്യൂ വരുന്നത് 7.35 kVAR ആണ് ക്യൂയുടെ വാല്യൂ വരുന്നത്. വൺസ് ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, ദാറ്റ് ഈസ് 3 ഫേസ് ആയതുകൊണ്ട് 3V phase square divided by XC എന്നാണ് വരുന്നത്. XC എന്താ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. XC is equal to 1 divided by C omega. അപ്പോൾ C omega എങ്ങോട്ട് വരും, ന്യൂമറേറ്ററിലോട്ട് വരും. അപ്പോൾ QC is equal to 3 × V phase square × omega × C. സോ 7.35 ക്യൂടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. 7.35 kVAR ആയതുകൊണ്ട് 10⁻³ ഇൻറ്റു 3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റനിൽ എന്താ, ലൈൻ വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്. ലൈനിന്ന് ഫേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, ഡിവൈഡഡ് ബൈ √3 ചെയ്തു. ഇൻറ്റു ഒമേഗ എസ് 2πf ആണ് ഒമേഗ, ദാറ്റ് ഈസ് 2 × 3.14 ഇൻറ്റു ഫ്രീക്വൻസി എത്രയാ 50. ഇത് ചെയ്യുമ്പോൾ വരുന്നത് 314. അതാണ് ഈ വാല്യൂ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു സി, അത് സോൾവ് ചെയ്യുമ്പോൾ ഫൈനലി കിട്ടുന്നത് 1.462 × 10⁻⁻⁴, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഈക്വൽ 0.1462 മില്ലി ഫാരഡ്. ഇതാണ് എന്ത് വരുന്നത്, കപ്പാസിറ്റൻസ് സിയുടെ വാല്യൂ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, എ സിംഗിൾ ഫേസ് മോട്ടർ. പ്രീവിയസ്ലി നമ്മൾ 3 ഫേസിൻ്റെ കാര്യം പറഞ്ഞ് സിംഗിൾ ഫേസിൻ്റെ എ സിംഗിൾ ഫേസ് മോട്ടർ ടേക്സ് 50 ആംപിയർ at a power factor angle of 30 lagging from a 250 volt 50 Hz AC supply. What value of capacitance must a shunting capacitor has to raise the power factor to unity? അതായത് ഒരു സിംഗിൾ ഫേസ് മോട്ടർ ഉണ്ട്. ആ മോട്ടർ 50 ആംപിയർ കറണ്ടാണ് എടുക്കുന്നത്. പവർ ഫാക്ടർ 30 ലാഗിങ് ആണ് വരുന്നത്. കപ്പാസിറ്റൻസ് ആഡ് ചെയ്തിട്ട് കപ്പാസിറ്റൻസ് ഇമ്പ്രൂവ് ചെയ്തു. കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ട് കപ്പാസിറ്റൻസ് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ എന്താണ്, പവർ ഫാക്ടർ യൂണിറ്റി ആക്കണം. അപ്പോൾ എത്രയാണ് കപ്പാസിറ്റൻസ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വോൾട്ടേജ് എന്താ 250 വോൾട്ട് ആണ്, കറണ്ട് 50 ആംപിയർ ആണ്, ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്തു 2πf. റിയാക്റ്റീവ് പവർ ക്യൂ എന്താണ്, ദാറ്റ് ഈസ് V × I × sin phi ആണ് റിയാക്റ്റീവ് പവർ. അപ്പോൾ V അറിയാം, I അറിയാം, phi അറിയാം. അപ്പോൾ എന്ത് കേട്ടു, റിയാക്റ്റീവ് പവർ 6250 VAR കിട്ടി. ഇനി യൂണിറ്റി പവർ ഫാക്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ വരിക, ദാറ്റ് ഈസ് V² ഒമേഗ C is equal to 6250 VAR. അപ്പോൾ 6250 VAR വരുമ്പോൾ 250² × 314 × C = 6250. അതിനകത്ത് നിന്നും സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. 6250 ഡിവൈഡഡ് ബൈ 250² × 314. അതിന് എന്ത് കിട്ടും, സിയുടെ വാല്യൂ കിട്ടും 318.3 മൈക്രോ ഫാരഡ്. അപ്പോൾ ഓപ്ഷൻ എന്ത് വന്നു, 318.3 മൈക്രോ ഫാരഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഷണ്ട് റിയാക്ടർ ഓഫ് 100 MVAR is operated at 98% of the rated voltage and 96% of rated frequency. The reactive power absorbed by the reactor is, അതായത് ഒരു ഷണ്ട് റിയാക്ടർ ഉണ്ട്, 100 MVARലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 98% ഓഫ് റേറ്റഡ് വോൾട്ടേജും 96% ഓഫ് റേറ്റഡ് ഫ്രീക്വൻസി ആണ്. റിയാക്റ്റീവ് പവർ എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ക്യൂയുടെ വാല്യൂ ക്യൂ ഇസ് പ്രപ്പോർഷണൽ ടു, നമുക്കറിയാം V² Q is equal to V² റിയാക്ടർ ആണ്. റിയാക്ടർ ആണെങ്കിൽ എന്തായിരിക്കും, XL ആയിരിക്കും വരുന്നുണ്ടാവുക.
സോ ഇതിനെ എങ്ങനെ എഴുതാം? വി സ്ക്വയർ ബൈ എക്സ് എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഒമേഗ. ദാറ്റ് ഈസ് വി സ്ക്വയർ ബൈ എൽ ഇൻറ്റു ഒമേഗ 2 πf. അപ്പോൾ ഇതിന് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ വരുന്നത്? ക്യൂ എസ് പ്രപ്പോർഷണൽ ടു വി സ്ക്വയർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എഫ്. അപ്പം ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഈ റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് Q1 എടുത്തു. Q1 is equal to, it is operated at 98% of the rated voltage, right? Rated voltage is 98%. So 98 of rated voltage V1 അതിൻ്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി 96% ഓഫ് റേറ്റഡ് ഫ്രീക്വൻസി 0.96 ഇൻറ്റു F1. Q2 എങ്ങനെ എഴുതും? Q2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് Q2 ആണത്. Q1 വാല്യൂ എന്ത് വന്നു? V1 സ്ക്വയർ ബൈ F സ്ക്വയർ. F സ്ക്വയർ അല്ല, V1 സ്ക്വയർ ബൈ F. ഇനി എന്ത് ചെയ്യാം? V1 സ്ക്വയർ ബൈ F. Q2 ഡിവൈഡഡ് ബൈ Q1 ചെയ്യാം. അപ്പോൾ Q2 ഡിവൈഡഡ് ബൈ Q1 ചെയ്യുമ്പോഴത്തേനും V1 സ്ക്വയർ ക്യാൻസലായി, F1 ക്യാൻസലായി. അപ്പോൾ എന്ത് വന്നു? Q2 ബൈ Q1 0.98 സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.96 വന്നു. അപ്പോൾ വാല്യൂ എന്ത് വരും? 1.004 വരും. 1.004 വന്നു. എഗെയിൻ നമുക്ക് വേണ്ടത് എന്താണ്? Q2 വേണ്ട. അപ്പോൾ Q1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. Q1 വാല്യൂ എന്താ? 100. അപ്പോൾ 100 ഇൻറ്റു 1.004 എന്ത് വന്നു? 100.04 MVAR വന്നു. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ സ്ട്രിങ് എഫിഷ്യൻസി ഓഫ് എ സ്ട്രിങ് ഓഫ് 3 ഡിസ്ക്. ദ വോൾട്ടേജ് അക്രോസ് ബോട്ടം യൂണിറ്റ് ഇസ് 45% ഓഫ് ടോട്ടൽ വോൾട്ടേജ്. ഇതെന്ന് പറയുന്നത് സ്ട്രിങ് എഫിഷ്യൻസി ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ സ്ട്രിങ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് ഇക്വേഷൻ ആണ്? ദാറ്റ് ഈസ് ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ്. ടോട്ടൽ വോൾട്ടേജ് അക്രോസ് സ്ട്രിങ്. സ്ട്രിങ്ങിന് അക്രോസ് വരുന്ന ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ക് ഇൻറ്റു വോൾട്ടേജ് അക്രോസ് ബോട്ടം ഡിസ്ക്. ഇതാണ് എന്ത് വരുന്നത്? സ്ട്രിങ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ടോട്ടൽ വോൾട്ടേജ് എന്താണ്? വി എന്ന് ഞാൻ എടുത്തു. നമ്പർ ഓഫ് ഡിസ്ക് എത്ര ഡിസ്ക് എന്ന് അവിടെ പറഞ്ഞേ? 3 ഡിസ്ക്. അപ്പോൾ 3 എടുത്തു. വോൾട്ടേജ് അക്രോസ് ബോട്ടം യൂണിറ്റ് 45% ഓഫ് ടോട്ടൽ വോൾട്ടേജ്. 45% എന്ന് പറയുമ്പോൾ 45/100 ഓഫ് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു വി. അപ്പോൾ വി ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എന്ത് വന്നു? 100 ന്യൂമറേറ്ററിൽ വന്നു. 3 × 45. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 74% ആണ്. ദാറ്റ് 74% ആണ് എന്ത് വന്നിരിക്കുന്നത്? സ്ട്രിങ് എഫിഷ്യൻസി വന്നിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രിങ് എഫിഷ്യൻസിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് പവർ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മളുടെ ബേസിക് ആയിട്ട് വരുന്ന എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷനകത്ത് ഡിഫറെൻറ്റ് ടേംസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം, അതുപോലെ തന്നെ പവർ ഫാക്ടർ കറക്ഷനെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലം, സിമ്പിൾ ആക്റ്റീവ് പവർ അപ്പാരൻറ്റ് പവർ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലം, ലാസ്റ്റ്ലി ഡിസ്കസ് ചെയ്ത് സ്ട്രിങ് എഫിഷ്യൻസിയുടെ പ്രോബ്ലം. ഇത്രയും കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത്. ക്വസ്റ്റ്യൻസ് എല്ലാം തറവായി ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. കീപ്പ് ഓൺ പ്രാക്ടീസിങ് ദ ക്വസ്റ്റ്യൻ.